കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് KRTC അതിൻ്റെ 23ാമത് സംസ്ഥാന സമ്മേളനം ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പാദസ്പർശമേറ്റ് പവിത്രമായ തിരൂർ തുഞ്ചൻ പറമ്പിൽ വച്ച് ഫെബ്രുവരി 6, 7 തീയതികളിലായി നടന്നു. സംസ്ഥാന പ്രസിഡന്റ് M. സലാഹുദ്ദീൻ്റെ അധ്യക്ഷതയിൽ പെൻഷൻ പരിഷ്കരണവും മെഡിസപ്പും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സ്വാഗത സംഘം ചെയർമാനും മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. R. മുരളീധരൻപിള്ള വിഷയാവതരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടാട്ട് വാസുദേവൻ, K. സുധാകരൻ, G. രവീന്ദ്രൻ നായർ, മനോജ് ജോസ്, P. മൊയ്തീൻ, P. കോയക്കുട്ടി, യാസർ പയ്യോളി, നൌഷാദ് പരന്നേക്കാട്, ഡോക്ടർ AC പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സുദീർഘമായ രാഷ്ട്രസേവനം ചെയ്ത് വിരമിച്ച അധ്യാപകർ ഉൾപ്പെടെ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും നിരാശരാക്കിയ പിണറായി സർക്കാർ കേരളത്തിലെ അവസാനത്തെ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റായിരിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് T. ശരചന്ദ്ര പ്രസാദ് XMLA അഭിപ്രായപ്പെട്ടു. മതേതര ജനാധിപത്യ വിശ്വാസികളായ അധ്യാപകരുടെ കൂട്ടായ്മകൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തണമെന്നും സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് M. സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടാട്ട് വാസുദേവൻ, KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA പത്മകുമാർ, R. അരുൺകുമാർ, K. സുധാകരൻ, G. രവീന്ദ്രൻ നായർ, C. വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ മേഖലയെ പാടെ തകർത്ത കേരള സർക്കാരിനെ അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് താഴെ ഇറക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KMA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. KRTC മുഖപത്രമായ ഗുരുശബ്ദം വാർഷിക പതിപ്പ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ പ്രകാശനം ചെയ്തു. KPCC അംഗം ഡോക്ടർ UK അഭിലാഷ്, ജാംഷീർ പാറയിൽ, നൌഷാദ് പരന്നേക്കാട്, R. പ്രസന്നകുമാരി, ലളിത സോളമൻ, ലീലാമ്മ ഐസക്, P. കോയക്കുട്ടി, സുനിൽ കാരക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമ്മേളനം P. മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി ജോൺ അധ്യക്ഷത വഹിച്ചു. E. ഹൈദരാലി, K. സുരേഷ്, KM ഗോവിന്ദൻ നമ്പൂതിരി, യാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV വിജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. P. ശശിധരൻ, R. മുരളീധരൻപിള്ള, M. സലാഹുദ്ദീൻ, അടാട്ട് വാസുദേവൻ, K. സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കുന്ന നയങ്ങളുമായി 10 വർഷക്കാലം പിന്നിടുന്ന ഇടതു സർക്കാരിന് പൊതുസമൂഹം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകണമെന്ന് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൗൺസിൽ യോഗത്തിൽ രക്ഷാധികാരി G. രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികൾ M. സലാഹുദ്ദീൻ പ്രസിഡന്റ്, അടാട്ട് വാസുദേവൻ ജനറൽ സെക്രട്ടറി, R. മുരളീധരൻപിള്ള ട്രഷറർ, P. കോയക്കുട്ടി, K. സുധാകരൻ എന്നിവർ വർക്കിംഗ് ചെയർമാൻമാർ. സജി ജോൺ, ലളിത സോളമൻ,
KM റഹ്മാൻ, KV വിജയാനന്ദൻ, ലീലാമ്മ ഐസക്ക്, PM ഫിലിപ്പച്ചൻ, KJ പോൾ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ. KG തോമസ്, MS ഗോപകുമാരൻ നായർ, ബേബി അറയ്ക്കൽ, PM രവീന്ദ്രൻ, CS അബ്ദുൽ ഹക്ക്, TV മോഹനൻ, AK ഹസൻ, അസീസ് ഭീമനാട്, AM അജിത് കുമാർ എന്നിവർ സെക്രട്ടറിമാർ. സംസ്ഥാന രക്ഷാധികാരികളായി G രവീന്ദ്രൻ നായർ, P മൊയ്തീൻ മാസ്റ്റർ, P ഹരിഗോവിന്ദൻ മാസ്റ്റർ, C വിനോദ് കുമാർ എന്നിവരെയും ഉപരക്ഷാധികാരികളായി ശ്രീ KR ജനാർദ്ദനൻ പിള്ള, M മുഹമ്മദ് ഹനീഫ് എന്നിവരെയും നിശ്ചയിച്ചു. ഓഡിറ്റേഴ്സായി G ജോൺസൺ, L സുകുമാരൻ എന്നിവരെ തിരഞ്ഞെടുത്തു.